ഹലോ ഗൈസ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഒരു വെക്കേഷന് വേണ്ടി നാട്ടിൽ പോകാൻ പോവാണ്. അങ്ങനെ ഒരു വ്ലോഗാണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു 2 വീക്സ് മുന്നേ പാക്ക് ചെയ്യും. ഇതുപോലെ സിപ്പർ ബാഗ്സ് എടുത്തിട്ട് അതിനകത്തിൽ ഓരോ ഡ്രസ്സുകളെല്ലാം വെക്കും. ഇപ്പോൾ പുറത്തിടാനുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ, അണ്ടർ ഗാർമെൻറ്റ്സ്, നമുക്ക് സിപ്പ് ലോക്കിനകത്ത് പറ്റുന്ന ഡ്രസ്സുകൾ കാണുമല്ലോ, ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലേബൽ ചെയ്ത് ഇതുപോലെ എഴുതി വെക്കും. ഇപ്പം കുഞ്ഞിൻ്റെ ഡ്രസ്സുകളാണ് ഇത്, അതിനകത്തിൽ പുറത്തിടുന്ന ഡ്രസ്സ്, പിന്നെ റോംബേഴ്സ്, പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. ഓൾ സെറ്റ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു എത്രയാണ് 16 മിനിറ്റ്സ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക്കുണ്ട്. എന്താ ഒരു മഴ പെയ്യാൻ പോകുന്ന ഒരു ക്ലൈമറ്റ്. ധ്രുവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ഷീണവും ഇല്ല, ഭയങ്കര എനർജിയാണ് യാത്ര പോകുന്ന സമയത്ത്. 6 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 6:22 ആ സമയത്ത് നമ്മളിവിടെ എത്തും. പിന്നെ ചെക്കിനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ടൈം കിട്ടുന്നതനുസരിച്ച് വീഡിയോസ് ബാക്കി ചെയ്യാം. ഇവിടെ കിടന്ന് ഓരോ പണി ചെയ്യുക. എൻ്റെ ബാഗിൽ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഉള്ളിലിടുക. നമ്മളിപ്പം എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്ര എക്സൈറ്റഡ് അല്ല നാട്ടിൽ പോകുമ്പോൾ. കാരണം ഇവിടെ നിന്ന് ഓൾറെഡി ഒക്കെ സെറ്റായി. അപ്പം ഞങ്ങൾക്ക് നാട്ടിൽ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ. കാരണം കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിലും അവൾ ഇവിടമായിട്ട് ഓക്കെയാണ്. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചൂടാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയില്ല. എല്ലാവരും റൂഹീനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഇപ്പം പിന്നെ അവൾക്ക് കിട്ടുന്ന ആ ഒരു മൊമെന്റ്സ് ഒന്നും പിന്നെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. അപ്പം മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹിയുടെ ബർത്ത്ഡേ മന്ത് കൂടിയാണ്. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നാട്ടിൽ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മോളുടെ. അപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിലെത്തി നമ്മുടെ ലോഞ്ചിൽ കയറി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. റൂഹിക്കും ചെറുതായിട്ടൊക്കെ കൊടുത്തു. പിന്നെ ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ടല്ലോ, അപ്പം അന്നേരം സെറ്റാണ്. നമ്മൾക്ക് മെനു ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടുഡേസ് മെനു ടേക്ക് ഓഫിന്റെ സമയമായി. അങ്ങനെ ടേക്ക് ഓഫിന് ശേഷം ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞാൻ ആദ്യം നട്ട്സ് അങ്ങ് കഴിച്ചു. ഞാൻ വെജ് മീലാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ നോൺ വെജാണ്. അപ്പം നമുക്ക് രണ്ടും ട്രൈ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 സെപ്പറേറ്റ് ഫുഡ് ഓർഡർ ചെയ്തത്. നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം നട്ട്സ് പുറത്തുനിന്ന് കഴിച്ചാൽ ആ ഒരു വൈബ് കിട്ടത്തില്ല. ഫ്ലൈറ്റിൽ നിന്ന് നട്ട്സൊക്കെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. അതുപോലെ ഫുഡാണെന്നുണ്ടെങ്കിലും ഞാൻ ഒത്തിരി ഞാൻ കഴിക്കില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഞാൻ കഴിക്കും. ആസ്വദിച്ച് കഴിക്കാറുണ്ട് കഴിക്കുന്നത്. നമ്മൾ രാത്രി ഫ്ലൈറ്റാണ് കൂടുതലും എടുക്കാറുള്ളത്, വെളുപ്പിനെ ആകുമ്പോൾ നാട്ടിൽ ചെല്ലുന്ന ഫ്ലൈറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു മയക്കം ആവാം. ഇത് അഖിലേട്ടൻ ഞാൻ അറിയാതെ റാൻഡമായിട്ട് എടുത്ത വീഡിയോ ആണ്. ഫൈനലി നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കണം, ഒരു കട്ടനോ ഒരു ചായയോ എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് അടൂരിൽ നിന്ന് പോകുന്ന വഴി എവിടെയോ എനിക്ക് സ്ഥലം ഓർമ്മയെല്ലാം നിർത്തിയതായിരുന്നു. ഞാനൊരു കട്ടൻ മേടിച്ച് കുടിച്ചു. ഇനി വീട്ടിൽ ചെല്ലാം, ഒന്ന് ഫ്രഷ് ആവാൻ, കിടന്നുറങ്ങുക. റാൻഡമായിട്ട് എടുത്ത കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ആണ്, ചുമ്മാ നിങ്ങൾ കണ്ടോളൂ. നാട്ടിൽ വരുമ്പം ഓരോ പ്ലാനും ഓരോ ഡേയിലേക്കും തയ്യാറാക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, നമ്മളെങ്ങനെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുത്തും അങ്ങ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നാട്ടിലാണ്, നമ്മൾ വെക്കേഷന് വേണ്ടി വന്നതാണ്. കുറച്ച് ഡിലേ ഉണ്ടായത് കാരണം വെക്കേഷന് വേണ്ടി വന്നതാണ് എൻ്റെ അമ്മ നോക്കാം. അമ്മ യൂട്യൂബ് ചാനൽ. ഹലോ, നമ്മളെ വീട്ടിൽ
വീട്ടിൽ നിന്ന് ഇപ്പോൾ എവിടേക്ക് പോവാണ്? ഉടുമ്പണ്ണേക്ക് പോവാണ്. ഉടുമ്പണ്ണെന്ന് നമ്മൾ അടൂരേക്ക് പോവും. നാട്ടിൽ വന്നു കഴിയുമ്പോ ഇതൊക്കെ കാണാം. നല്ല അടിപൊളി ചക്ക കിട്ടി. റൂഹി ആ ചക്ക പരീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് എനിക്കൊന്ന് ചക്ക കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇപ്പം ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് അല്ലേ. വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോൾ സമയം 3:41 ആയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ പുറത്തോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും ഇല്ല, നാട്ടിലെയൊക്കെ കാണിക്കാൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഏരിയയിലേതും ഇവിടുത്തെ വൈബൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് ഞാൻ പിന്നെ വലിയ അടങ്ങിയിരിക്കുന്ന പരിപാടി വളരെ കുറവാണ്. പ്രത്യേകിച്ച് നാട്ടിലാവുമ്പോൾ കുറേ സൈഡിലൊക്കെ കാണാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കാനും ചിരിക്കാനും ഒക്കെ വലിയ താല്പര്യമാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ഇറങ്ങുന്നത് നമുക്ക് ഒന്നും പുറത്തൊന്നും കാണാൻ കാഴ്ചയൊന്നുമില്ല. പിന്നെ സ്പീഡിലല്ലേ പോകുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ വണ്ടി, ബൈക്ക്, ഓട്ടോ അങ്ങനെ കുറെ ഐറ്റംസ് ഉള്ളത് കൊണ്ട് കാണാൻ വലിയ ഇഷ്ടമാണ്. ഉറങ്ങത്തേ ഇല്ല. മറ്റേന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ ഉറങ്ങും. അപ്പൊ പട്ടി എന്ന് പറയാൻ പറ്റില്ല, പട്ടി അങ്ങനെ കുറെ ഉണ്ടല്ലോ, കാഴ്ച കാണാനായിട്ട് കുറെ ഉണ്ട്. പിന്നെ ആക്റ്റീവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം എന്നാൽ കുറച്ച് മീൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ ദേ മീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസമല്ലേ. ആളുകളെയൊക്കെ കണ്ട് മീനൊക്കെ നോക്കി പച്ചക്കറിയൊക്കെ മേടിച്ച്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം ഉച്ച കഴിഞ്ഞ് മഴയും ഉച്ചയ്ക്ക് മുന്നേ വെയിലും ആയതുകൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ പരിപാടികളെല്ലാം ചെയ്ത് തീർത്തോണം. 2 ദിവസം അടൂര് എൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. റോഹി അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോറാബുജി ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നാട്ടിൽ ടി വിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാനും അമ്മയും ഞങ്ങൾ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പം അവിടെ വന്ന് ഇന്നിങ്ങനെ ടി വിയിൽ സീരിയലോ എന്തോ പാട്ടോ കണ്ട് നിൽക്കുക. റൂഹിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ നക്ഷത്ര എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നു. നല്ലൊരു റെഡ് ഡ്രസ്സാണ്. ഞാൻ മറ്റൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇവിടുന്ന് കൂടി ഇപ്പം അടൂര് എൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടെ നല്ല ചൂടാണ് കാലാവസ്ഥ, അത്യാവശ്യം നല്ല ചൂടാണ്. ഇന്നലെ ജസ്റ്റ് ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഹായ്, ഈ ലിപ് ഷെയ്ഡ് കൊള്ളാമോ? ഞാൻ നമ്മുടെ നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. എന്തായിരുന്നു, കെ ബൈ കത്രീനയുടെ റാപ്പപ്പ് എന്ന് പറഞ്ഞ ലിപ് ഷെയ്ഡ്. കൊള്ളാമല്ലേ? നോർമലി നമ്മൾ 1 മന്ത് വെക്കേഷന് പോകുമ്പോൾ ഒരു 2 മന്ത്സൊക്കെ മുന്നേ തന്നെ ഞാൻ വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ നാട്ടിലേക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്ത് ഓർഡർ ചെയ്ത് വെക്കും. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. എസ്പെഷ്യലി ബേബി പ്രോഡക്ട്സ് ഒക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ മിന്ത്ര, അതുപോലെ ആമസോൺ, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഓർഡർ ചെയ്ത് എല്ലാം വെക്കും, ചെക്ക് ചെയ്ത് വെക്കും. പുറത്ത് പോയ ഫുട്ടേജസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. വന്നതിന് ശേഷം റൂഹി കിടന്ന് ഉറക്കമായി. നാട്ടിലെ വ്ലോഗ് തീർന്നിട്ടില്ല. നെക്സ്റ്റ് വ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ.